نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് അള്ളാഹുവിങ്കിൽ സ്വർഗീയ സൗഭാഗ്യങ്ങൾക്ക് അർഹരായിത്തീരുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ഭൗതികമായ ലോകത്തുള്ള ജീവിതം നമ്മുടെ പ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ഒന്നിനും കഴിയാത്ത നിലക്ക് പരസഹായം നിർബന്ധമായും ആവശ്യമാകുന്ന വളരെ ദൗർബല്യങ്ങളുള്ള രൂപത്തിലാണ് ഈ ഭൂമിയിലേക്ക് ഓരോ മനുഷ്യനും പിറന്നു വീണത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അല്ലാഹു അവന് നൽകിയ അനുഗ്രഹങ്ങൾ മുഖേന അവൻ വളരുകയും കുറേശ്ശെ അവന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് പ്രാപ്തനാകുന്ന നിലക്ക് വന്ന് വളർച്ചയെത്തുകയും അവന്റെ ബാല്യകാലവും അതുപോലെ തന്നെ കൗമാരദശയും പിന്നിട്ട് വളരെ ശക്തിയുടെ പ്രായമെന്ന് അറിയപ്പെടുന്നതും പറയപ്പെടുന്നതുമായ യൗവനത്തിലേക്ക് എത്തി. തുടർന്ന് അതിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് പിന്നീട് അവൻ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് വാർദ്ധക്യ ദശയോടടുത്ത് ശേഷം പരിപൂർണമായ നിലക്ക് വയോവൃദ്ധനായി മാറി അവശതകളുടെയും പ്രയാസങ്ങളുടെയും ഒരു ഘട്ടത്തിലേക്ക് എത്തി ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ് തീരുന്ന പ്രത്യേകമായ ഒരവസ്ഥയാണ് മനുഷ്യ സമൂഹത്തിൽ പൊതുവിലുള്ളത്. അല്ലാഹു മനുഷ്യൻ പിന്നിടുന്ന ആ വ്യത്യസ്ത ഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുർ റൂമിൽ 54-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫ്, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു മിൻ ദഅഫിൻ, ദുർബലതയിൽ നിന്ന്.
എന്ന് പറഞ്ഞാൽ ദുർബലമായ അവസ്ഥയിൽ ഇവിടേക്ക് പിറന്നു വീഴുന്നതിന്റെ മുമ്പ് തന്നെയും ഗർഭസ്ഥ ശിശുവായിരിക്കെ ബീജവും അതുപോലെ തന്നെ പിന്നീട് മാംസപിണ്ഡവും അതിന്മേൽ മാംസം പൊതിയലും അങ്ങനെ വ്യത്യസ്തങ്ങളായ ദശകൾ പിന്നിട്ടുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ദുർബലനായ മനുഷ്യൻ. ثم جعل من بعد ضعف قوة, ആ ദൗർബല്യാവസ്ഥ പിന്നിട്ടതിന്റെ ശേഷം പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു നല്ല പവറും ശക്തിയും. അതാണ് നമ്മുടെ യുവത്വം, യൗവനം എന്നൊക്കെ പറയുന്നത്. ثم جعل من بعد قوة ضعفا وشيبة, പിന്നീട് ആ ശക്തിക്ക് ശേഷം അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു ളഅഫൻ, പിന്നെയും ദൗർബല്യം, പിന്നെയും നമ്മൾ ദുർബലരാവുകയാണ്. വശൈബതൻ, പിന്നെ ജരാനരകൾ ബാധിച്ചു. യഖ്ലുഖു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അല്ലാഹുവാണ് എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനും. മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും പിന്നിടുന്ന ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഈ ദശകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഈ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെക്കുറിച്ച് പറയുകയുണ്ടായി. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ, നിങ്ങളിൽ തന്നെ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തേക്ക് തള്ളപ്പെടുന്നവരുമുണ്ട്. വാർദ്ധക്യം എന്ന് പറയുന്നാൽ തന്നെ അവശതകളാണ്. ആ വാർദ്ധക്യത്തിന്റെ അങ്ങേത്തല വളരെയേറെ പ്രയാസത്തിന്റെ ഒരു ഘട്ടം. ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ, അറിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ഒന്നും അറിയാത്തവരെ പോലെയാകുന്ന, ഒന്നും അറിയാത്തവരായി മാറുന്ന ഒരവസ്ഥ, അത് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാത്ത ഒരവസ്ഥയാണ്. പറയുന്നതെന്താണെന്ന് ഓർമ്മയില്ല, ചോദിച്ചത് തന്നെ ചോദിക്കും, വെറുതെ ചിരിക്കും, ചിലപ്പോ വെറുതെ കരയും, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. കണ്ണുകൾ അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും മനങ്ങും, കൈകാലുകൾ ചലിക്കും, പക്ഷേ നിശബ്ദമായി വരണ്ടുണങ്ങിയ വളരെയേറെ വാർദ്ധക്യത്തിന്റെ അങ്ങേത്തലയിലെത്തിയ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചിണുങ്ങിക്കരയാനും ചിലപ്പോൾ ചിരിക്കാനും അർത്ഥമില്ലാത്ത ചില വാക്കുകൾ ഉരുവിടാനും മാത്രം കഴിയുന്ന അവശതയുടെ അങ്ങേയറ്റത്തെ വാർദ്ധക്യദശ, അതിലേക്ക് തള്ളപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുന്ന് കാവൽ ചോദിച്ച വിഷയങ്ങളിൽപ്പെട്ടതാണ്. വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ അൻ ഉറദ്ദ, ഞാൻ തള്ളപ്പെടുന്നത്, ഞാൻ മടക്കപ്പെടുന്നത്, ഇലാ അർദലിൽ ഉമർ, വാർദ്ധക്യത്തിന്റെ അല്ലെങ്കിൽ ആയുസ്സിന്റെ അങ്ങേയറ്റത്തേക്ക്, വലിയ അവശതയുടെ ആ ഘട്ടത്തിലേക്ക്, എല്ലാവർക്കും ഭാരമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക്, ആളുകൾക്കെല്ലാം മടുത്ത് വെറുത്തി ഇതൊന്ന് മരിച്ച് പിരിഞ്ഞെങ്കിൽ എന്ന് ഉറ്റവര് പോലും ആഗ്രഹിക്കേണ്ടി വരുന്ന, ആ നിലക്ക് മനസ്സുകൊണ്ട് കൊതിച്ചു പോകേണ്ടി വരുന്ന, ആരാലും വേണ്ടാത്തവനായി, ആർക്കും വേണ്ടാത്തവനായി ആ നിലക്കുള്ളവരകപ്പതിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദുആ ചെയ്തിട്ടുണ്ട്. ഇവിടെ സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന നാം ഓരോരുത്തരും യൗവന കാലഘട്ടത്തിൽ ചിന്തിക്കാറില്ല, തന്റെ തൊട്ട് പിറകെ വാർദ്ധക്യം വരികയാണ്. തന്നെ തളർത്താനും തന്റെ മുതുകു വളയ്ക്കാനും തന്റെ ശരീരത്തിന്റെ സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടുത്തുവാനും തൊട്ട് പിറകെ വാർദ്ധക്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓർമ്മപ്പെടുത്തിയ ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞു, അവശരായ ആളുകളെ, വൃദ്ധരായ ആളുകളെ, വൃദ്ധകളായ സ്ത്രീകളെ, അവരെ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. പ്രായമുള്ളവരെ ഏറെ നിങ്ങൾ ബഹുമാനിക്കണം. പ്രായം ചെന്നവരോട് നിങ്ങൾ ഏറെ കരുണയുള്ളവരാകണം. പ്രായം ചെന്നവരോട് നിങ്ങൾ ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ളവരാകണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹ് ഇക്റാമ ദിശ്ശൈബത്തിൽ മുസ്ലിം, അല്ലാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്, റബ്ബിനെ മഹത്വപ്പെടുത്തുന്നതിൽപ്പെട്ടതാണ്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിലാണ് എണ്ണിയത് ഇക്റാമ ദിശ്ശൈബത്തിൽ മുസ്ലിം,
ജരാനരകൾ ബാധിച്ച ഒരു മുസ്ലിമായ മനുഷ്യനെ, ഒരു വൃദ്ധനെ, കിഴവന്മാരെ, കിഴവികളെ നിങ്ങൾ പ്രത്യേകം ബഹുമാനിക്കണേ, ആദരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ അവരുടെയൊക്കെ പതിവ് ഈ നിലക്ക് അവസരോടൊപ്പമായിരുന്നു അവരുടെ ഏറ്റവും വലിയ നല്ല രൂപത്തിലുള്ള പരിഗണനകൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദിയൻ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ ഒരു കിണറിന്റെ ചുറ്റും ആളുകൾ വെള്ളമെടുക്കാൻ തിരക്ക് കൂട്ടുന്നതിനിടയിൽ 2 സ്ത്രീകൾ മാറി നിൽക്കുകയാണ്. ആ 2 പെൺകുട്ടികൾ, അവർക്ക് വെള്ളം കോരിക്കൊണ്ടുപോകാൻ വീട്ടിൽ ആണുങ്ങളാരുമില്ല. ആ വീട്ടിൽ വളരെ പടുകിഴവനായ, വളരെ പ്രായം ചെന്ന ഒരു വൃദ്ധനായ പിതാവാണ് ആ മക്കൾക്കുള്ളത്. വെള്ളം കൊണ്ട് ആവശ്യത്തിന് കൊണ്ടുപോയി കൊടുക്കാൻ പോലും ഒരാണ്ടരിയില്ലാത്ത അവശനായ വൃദ്ധ പിതാവ് മാത്രം വീട്ടിലുള്ള ആ കുട്ടികൾ വെള്ളം കോരാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന കാഴ്ച മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു കൊടുത്തത്, ഞങ്ങൾക്ക് ഈ ആളുകൾക്കിടയിൽ നിന്ന് വെള്ളം മുക്കാനും വെള്ളം കോരാനും ഞങ്ങൾക്ക് കഴിയില്ല. ഇവരെ തിരക്കി പോകാൻ ഞങ്ങൾക്ക് ശക്തിയുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് വെള്ളത്തിന് വരാൻ ആരും ഇല്ലതാനും. അതാണ് നമ്മുടെ വിഷയം. ഞങ്ങളുടെ പിതാവാകട്ടെ ശൈഖുൻ കബീർ, വളരെ പ്രായം ചെന്ന പടുവൃദ്ധനായ ഒരു പിതാവാണ് ഞങ്ങൾക്ക്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിൽ കാരുണ്യമുണർന്നു. ആ മനുഷ്യന്റെ മൂസ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വാത്സല്യമുണർന്നു. പ്രായം ചെന്ന ഉപ്പയാണ് ഞങ്ങൾക്കുള്ളതെന്ന് കേട്ടപ്പോ ഫസഖാലഹുമാ, ആ കുട്ടികൾക്ക് വേണ്ടി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടി വെള്ളം ശേഖരിച്ചു കൊടുത്ത് സുമ്മ തവല്ലാ ഇലൽ തണലിലേക്ക് മാറി നിന്ന് ആ ഒരു സൽക്കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ എന്നിലേക്ക് അവതരിപ്പിച്ചു തരുന്ന, അതല്ലെങ്കിൽ വർഷിപ്പിച്ചു തരുന്ന എന്ത് ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ് റബ്ബേ എന്ന ഒരു പരിചയവുമില്ലാത്ത നാട്ടിലെത്തിയ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചു. അദ്ദേഹത്തിന് അവിടെ വലിയ രൂപത്തിലുള്ള നല്ലൊരു ജീവിത മാർഗമാണ് അല്ലാഹു ആ നാട്ടിൽ തുറന്നു കൊടുത്തത്. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും പ്രവാചകന്മാരുടെ പാരമ്പര്യമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചടക്കിയ സന്ദർഭത്തിൽ അവിടുന്ന് മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അന്ന് മുസ്ലിമായിട്ടില്ല. വളരെ പടുകിഴവനായ വൃദ്ധനായ പിതാവായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കിഴവനായ ഉപ്പയെയും കൂട്ടി വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അവിടുത്തെ മനസ്സലിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ കാരുണ്യമത അവിടുന്ന് പ്രകടിപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള ചോദിക്കുന്നു, ഹല്ലാ തറകത ശൈഖ ഫീ ബൈതിഹി ഹത്താ അകൂന അന ആതീഹി ഫീഹി. അബൂബക്കറെ, എന്തിനാണ് പ്രയാസപ്പെട്ട് വളരെ വൃദ്ധനായ ഈ ഉപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വീട്ടിലിരുത്തിക്കൂടായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ഞാൻ ഉപ്പയെ കാണാൻ, ഉപ്പയുടെ അടുക്കലെത്താൻ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക രാജ്യം ജയിച്ചടക്കിയ ജേതാവായി നിൽക്കുന്ന ഘട്ടത്തിൽ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹുവ അഹഖു അൻ യംശിയ ഇലൈക മിൻ അൻ തംശിയ അൻത ഇലൈഹി. നബിയേ, നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരലാണ് താങ്കൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും അവകാശപ്പെട്ടത്.
അതേ, അല്ലാതെ ഞങ്ങൾക്ക് മനസ്സ് വരില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഫഅജ്ലസഹു ബൈന യദൈഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കിഴവനായ ഉപ്പയെ കൊണ്ടുവന്നിരുത്തിയപ്പോൾ സുമ്മ മസഹ സദറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഖുഹാഫയുടെ നെഞ്ചിലൂടെ ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, അസ്ലിം അസ്ലിം, മുസ്ലിമാവൂ, താമസം വിന ഫഅസ്ലമ റളിയല്ലാഹു അൻഹു. അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാവുകയാണ്. ചില റിപ്പോർട്ടിൽ ഈ ചരിത്രം പറഞ്ഞിടത്ത് നമുക്ക് ചേർത്ത് ചില കാര്യങ്ങൾ കൂടി കാണാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. കരയുന്ന നേരത്ത് ചോദിച്ചു, ബാപ്പ മുസ്ലിമായില്ലേ, എന്താ കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, എന്റെ ബാപ്പ മുസ്ലിമായതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു, നരകത്തിയില്ലെന്ന് രക്ഷപ്പെട്ടു. പക്ഷേ എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബ് മരിക്കാൻ കിടക്കുന്ന നേരത്ത് പോയിട്ടും യാ അമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുസ്ലിമാകാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമാകുമായിരുന്നു അബൂ താലിബ് എന്ന് കലിമയിൽ മുസ്ലിമായിരുന്നെങ്കിൽ. അന്നതില്ലാതെ എന്റെ നേതാവ് കരയേണ്ടി വന്നിട്ടുണ്ട്. ആ രംഗമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. എന്റെ ഉപ്പ മുസ്ലിമായപ്പോൾ എനിക്ക് എത്ര സന്തോഷമുണ്ട്. ആ പ്രവാചകന്റെ പിതൃവിനോടെന്ന് പറഞ്ഞപ്പോൾ അന്നന്ന് മുസ്ലിമായിരുന്നെങ്കിൽ എന്റെ നേതാവിന് അന്ന് എത്രമാത്രം സന്തോഷമാകുമായിരുന്നു എന്നോർത്ത് ഞാൻ കരഞ്ഞുപോയതാണെന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കൂട്ടിച്ചേർത്തതുകൂടി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സഹോദരന്മാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വൃദ്ധനായ പിതാവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ആ വാത്സല്യമാണ് നമ്മുടെ വിഷയം. ഇനിയും മുൻഗാമികളായ സഹാബാ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇത് പഠിച്ചെടുത്തവരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പ്രഗൽഭനായ സഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു വാഹനപ്പുറത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് വെക്കാൻ ഒട്ടകത്തിന്റെ പുറത്ത് ഉപയോഗപ്പെടുത്തുന്ന ഒരു ചെറിയ ഉപകരണമുണ്ട് മരത്തിന്റെ, അതെടുത്തുകൊണ്ട് ഇങ്ങനെ ചുമന്ന് നടക്കുകയാണ്. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ആരാണ്? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായ സയ്യിദ് ഇബ്നു സാബിത്ത്, നല്ല ആലിമാണ്, അതുപോലെ തന്നെ വയോവൃദ്ധനുമായിരുന്നു. അങ്ങനെ പ്രായം കൊണ്ടും ഇൽമ കൊണ്ടും മികച്ച സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന് സേവനം ചെയ്യാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരക്ക് കൂട്ടുമ്പോൾ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തനഹയ ഇബ്നു അമ്മി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃപുത്ര മാറി നിൽക്ക്, എന്തിനാണ് എന്റെ സാധനം ചുമക്കുന്നത്, എന്തിനാണ് ആ രൂപത്തിൽ അങ്ങനെ ചെയ്യുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചു പറഞ്ഞു, ഇന്നാ ഹകദാ നസ്അലു ബികുബറാഇനാ വഉലമാഇനാ, ഞങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചത്. ഞങ്ങളിലെ പ്രായമുള്ളവരെയും ഞങ്ങളിലെ ആലിമീങ്ങളെയും ഞങ്ങൾ ഇത്രത്തോളം ആദരിക്കുവാനും ബഹുമാനിക്കുവാനുമാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു പോന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിനയത്തോടുകൂടി പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ കാണാൻ വേണ്ടി ഒരു വൃദ്ധനായ മനുഷ്യരിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇടയിലേക്ക് ആൾക്കൂട്ടത്തിനിടയിലൂടെ പ്രവേശിക്കാനൊരുങ്ങുമ്പോൾ ആ വൃദ്ധനായ മനുഷ്യന് വഴി കൊടുക്കാൻ ഇത്തിരി തടസ്സം ആളുകൾക്കിടയിൽ കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചറിഞ്ഞപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയുവഖിർ കബീറനാ, നമ്മിൽപ്പെട്ടവനല്ല നമ്മിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിലെ വൃദ്ധന്മാരോട് ആദരവും ബഹുമാനവും കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി ഈ സമൂഹത്തോട് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ ബാധ്യത നമുക്കുണ്ട്. പ്രായം ചെന്ന മനുഷ്യരെ എവിടെ കണ്ടാലും ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ തയ്യാറാകണം. ഇന്നത് എടുത്തുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രായം ചെന്നവനാണെങ്കിലും അല്ലെങ്കിലും എനിക്കെന്റെ കാര്യം എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്നലെയും ഞാൻ പത്രത്തിൽ വായിച്ചതോർക്കുന്നു, നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകും. ഒരു ബസ്സിൽ ഒരു യുവതി ചെറുപ്പക്കാരി, 20-കാരിയായ ചെറുപ്പക്കാരി യാത്ര ചെയ്യുന്നു. രണ്ടാൾക്ക് സുഖമായി ഇരിക്കാവുന്ന സീറ്റിൽ
അവളുടെ ബാഗും കുടയും ഒരാൾക്കിരിക്കേണ്ട സീറ്റിൽ മാറ്റിവെച്ചുകൊണ്ട് അവൾ സുഖമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൃദ്ധയായ പടുകിഴവിയായ ഒരു സ്ത്രീ ആസ്പത്രിയിൽ നിന്ന് ബാൻഡേജ് ഇട്ടുകൊണ്ട് ബസ്സിൽ കയറി. കുറെ നേരം ആ രംഗം ഈ പെണ്ണ് കണ്ടിട്ടും തീരെ ശ്രദ്ധിക്കുന്നില്ലെന്നായപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രായമുള്ള സ്ത്രീ പറഞ്ഞു, മോളെ, നിന്റെ മുത്തശ്ശിയേക്കാൾ പ്രായമില്ലേ, ഒന്ന് ഒതുങ്ങിയിരുന്നു കൊടുക്ക്. ആ ചോദിച്ച മുത്തശ്ശിയായ സ്ത്രീയുടെ കരണത്തേക്ക് യുവതി എഴുന്നേറ്റ് അടിച്ചു എന്ന വാർത്ത പത്രം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ വായിച്ചു. അങ്ങ് വേറെ ഏതെങ്കിലും രാജ്യത്തല്ല, നമ്മുടെ കേരളത്തിൽ KSRTC ബസ്സിൽ നടന്നൊരു സംഭവമാണ് നിങ്ങൾ കേൾക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഇതൊരു പ്രതീകം മാത്രമാണ്. നമ്മുടെ യുവസമൂഹം അങ്ങോട്ടാണ് പോകുന്നത്. എന്ത് പ്രായമുള്ളവർ, ആര്, യൂസ് ആൻഡ് ത്രോ എന്ന തത്വമാണെന്ന് സമൂഹത്തിലുള്ളത്. ഉപയോഗിക്കൂ, വലിച്ചെറിയൂ. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നതാണെന്ന് സമൂഹം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തം. എനിക്ക് ഉപകാരമുള്ള കാലത്ത് ഞാൻ പരിഗണിക്കും, എന്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ വലിച്ചെറിയും. ഇതാണ് ഇന്നത്തെ സമൂഹം. ഇതുകൊണ്ടല്ലേ മഹാനായ റബ്ബുൽ ആലമീൻ പറഞ്ഞത്, വയോവൃദ്ധന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ച പടച്ച റബ്ബ് അതും പൊതുവിലുള്ള നിയമമാണ് പറഞ്ഞതെങ്കിൽ എത്രത്തോളം ബാധ്യത നിനക്ക് നിന്റെ ഉപ്പയോടുണ്ട്, നിന്റെ ഉമ്മയോടുണ്ടെന്ന്. ഇമ്മായ ബുൽഹന്നൈന്ദക്കൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. നിന്റെ മാതാപിതാക്കളോട് നീ ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ നീ കാണിക്കണം, എല്ലാ പ്രായത്തിലും കാണിക്കണം. എന്നിട്ട് ഈ സ്റ്റേജ് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഏത് സ്റ്റേജ്? എല്ലാവർക്കും പിന്നിടാനുള്ള ഈ സ്റ്റേജ് അല്ലാഹു നൽകിയെങ്കിൽ എല്ലാവരെയും കാത്തിരിക്കുന്ന വയോ വാർദ്ധക്യം. അവരിൽ രണ്ടാളും തന്നെയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ നിന്റെ അടുക്കൽ വൃദ്ധന്മാരായിട്ട് നിന്റെ അടുക്കൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുത്. നീ അവരെ വിരട്ടരുത്. നീ അവരുടെ ചോദ്യങ്ങൾക്ക് ശകാരിച്ച് സംസാരിക്കരുത്. നീ അവരെ തടയരുത്. നീ അവരോട് ആദരവുക്കുറവ് കാണിക്കരുത്. നീ അവരോട് കയർത്ത് സംസാരിക്കരുത്. കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് വിരിച്ചു കൊടുത്തുകൊണ്ട് നിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് നിന്നോട് ചെയ്തിട്ടുള്ള കാരുണ്യങ്ങൾക്ക് തിരികെ കൊടുക്കാൻ എന്നാലാവില്ല റബ്ബേ, നീ കൊടുക്കണേ, നീ റഹ്മത്ത് ചെയ്യണേ എന്ന് ദിനേന നീ പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അത്രത്തോളം വൃദ്ധന്മാരെ പരിഗണിക്കാനും അവരെ പരിചരിക്കാനും ഇസ്ലാം വളരെ പറയുകയാണ്. അവരോടുള്ള ആദരവിൽപ്പെട്ടതായി പഠിപ്പിക്കപ്പെട്ടു. അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. അവർ പറയുന്നത് ചിലപ്പോ പൂർവാപരി ബന്ധമൊന്നും ഉണ്ടാവില്ല, എന്നാലും കേട്ടിരിക്കണം. ഒരു പറയുന്നതിൽ ചിലപ്പോൾ ഒരു കഴമ്പുണ്ടാവില്ല, എന്നാലും അത് കാതുകൊടുത്ത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എന്ന് വൃദ്ധന്മാരെ പരിഗണിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരുടെ കഥകൾ, അവർ കഴിഞ്ഞകാല കഥകളും അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കണം. ഇതെന്നല്ലിപ്പോ ഇന്നലെയും കേട്ടതെന്ന് പറഞ്ഞ് പരിഹസിക്കരുത്. എപ്പോ പറയുമ്പോഴും കേട്ടിരിക്കുക. അത് അവരോടുള്ള ഒരു ആദരവാണ്, ഒരു പരിഗണനയാണ്. അവർക്ക് വേണ്ട സഹായങ്ങൾ എത്രത്തോളം വൃദ്ധന്മാരെ ഇസ്ലാമികമായ ഇബാദത്തുകളുടെ ഘട്ടങ്ങളിൽ വരെ ഇസ്ലാം വയോവൃദ്ധന്മാരെ പരിഗണിക്കാൻ പറഞ്ഞില്ലേ? മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നിസ്കരിച്ചപ്പോ അല്പം സുദീർഘമായി സൂറത്ത് ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പരാതി എത്തിയപ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ ചോദിച്ചു, യാ മുആദ് അഫത്താനുൻ അൻത? 3 തവണ ചോദിച്ചു. മുആദേ, കുഴപ്പമുണ്ടാക്കാനാ ഉദ്ദേശം? എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഫലൗലാ സല്ലൈത ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ വശംസി വദുഹാഹാ വല്ലൈലി ഇദാ യഗ്ശാ, അങ്ങനെ ചെറിയ ചെറിയ സൂറത്തുകൾ ഓടിക്കൂടെ നിനക്ക്? ഫഇന്നഹു, കാരണം പറഞ്ഞതെന്താ? യുസല്ലി വറാഅക്കൽ കബീർ, നിന്റെ പിന്നിൽ വയോവൃദ്ധന്മാര് നിസ്കരിക്കുന്നുണ്ടാകും. വയോവൃദ്ധന്മാര്, പടുകിഴവന്മാര് നിന്റെ പിന്നിൽ മൗമൂമികളായിട്ടുണ്ടാകും. വളരെ ദുർബലന്മാരുണ്ടാകും. അതുൽ ഹാജ, തിരക്ക് പിടിച്ച വല്ല ആവശ്യക്കാരൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഫർദ് നിസ്കരിക്കുമ്പോ സുദീർഘമായി നീട്ടി നിസ്കരിക്കുന്നതിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ പറഞ്ഞപ്പോ ഇവിടെയും പരിഗണിച്ചതാണ്. പ്രായമേറിയ ഒരു വൃദ്ധന് ഹജ്ജിന് പോകാൻ വാഹനത്തിലിരിക്കാൻ പോലും കഴിയില്ലെങ്കിൽ പകരം ഒരാളെ പറഞ്ഞയച്ചു കൊടുക്കാൻ അല്ലാഹു തആല അനുവാദം നൽകിയിരിക്കുകയാണ്. ഖസ്അം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന അബീ ശൈഖുൻ കബീർ,
എന്റെ വാപ്പ വയോവൃദ്ധനാണ്, അലൈഹി ഫരീദത്തുല്ലാഹി ഫിൽ ഹജ്ജ്, അദ്ദേഹത്തിന് ഹജ്ജ് നിർബന്ധാണ്. പക്ഷേ വഹുവ ലാ യസ്തതിഉ അൻ യസ്തവി അലാ വഹരി ബഈരിഹി, ഒട്ടകപ്പുറത്തൊന്ന് ശരിക്ക് നിവർന്നിരിക്കാനുള്ള ആരോഗ്യം പോലും എന്റെ പ്രായമേറിയ ഉപ്പക്കില്ല. അതുകൊണ്ട് എന്താണ് മാർഗം? ഫഖാല ലഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഫഹുജ്ജി അൻഹു, എങ്കിൽ ബാപ്പക്ക് പകരമായി നീ ഹജ്ജ് ചെയ്തേക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലമ വൃദ്ധന്മാർക്ക് നൽകിയ ഇളവാണ്. യുദ്ധരംഗത്തേക്ക് പടയാളികൾ പുറപ്പെടുന്ന നേരത്ത് സമരമുഖങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന പടനായകന്മാരോട്, പടത്തലവന്മാരോട്, സമരമുഖത്തേക്ക് ചാടി മുന്നേറിപ്പോകുന്ന ധീര യോദ്ധാക്കളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശത്രുവാണെന്ന് വിചാരിച്ച് ആവേശത്തോടുകൂടി കടന്നു കയറിയിട്ട് വൃദ്ധന്മാരെ കൊന്നുകളയരുത്. ഫന്തലിഖൂ ഇൻതലിഖൂ ബിസ്മില്ലാഹ് വബില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് ലാ തഖ്തുലൂ ശൈഖൻ ഖാനിയാ. ഏത് കഠിന ശത്രുവാണെങ്കിലും യുദ്ധരംഗത്ത് വെച്ച് അപ്പുറത്തുള്ള കിഴവന്മാരെ കണ്ടാ കൊല്ലരുത് കേട്ടോ, വൃദ്ധന്മാരെ കൊല്ലരുതേ. ചെറിയ കൈക്കുഞ്ഞുങ്ങളെ കൊല്ലരുതേ, നിരപരാധികളായ പെണ്ണുങ്ങളെ കൊല്ലരുതേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ സമരമുഖത്തേക്ക് ഇറങ്ങുന്ന യോദ്ധാക്കളോട് പോലും പറഞ്ഞു, കാലം എത്രയായി, ആരെങ്കിലും ഇന്നത് പാലിക്കുന്നുണ്ടോ? ഏത് രാജ്യത്ത് കുഴപ്പമുണ്ടാവുകയാണെങ്കിലും വൃദ്ധരെന്നോ വിധവകളെന്നോ പാവപ്പെട്ടവരെന്നോ നോക്കാതെ ബോംബ് വർഷിച്ചുകൊണ്ട് സമൂഹത്തെ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തുന്ന, അതല്ലെങ്കിൽ കത്തിച്ചാമ്പലാക്കുന്ന ഒരു ലോകത്തിന്റെ മുമ്പിൽ കാരുണ്യത്തിന്റെ പ്രവാചകനായ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സനാതന മൂല്യങ്ങളാണിത്. ഇതൊക്കെ നമ്മുടെയും ജീവിതത്തിൽ നാം വളരെയേറെ ഗൗരവത്തോടെ പാലിക്കണം, ശ്രദ്ധിക്കണം. വീട്ടിലും അതുപോലെ തന്നെ പരിചയത്തിലും യാത്രക്കിടയിലും ഇടപാടുകൾക്കിടയിലുമൊക്കെ കണ്ടെത്തുന്ന നമ്മുടെ മുമ്പിലെത്തിച്ചേരുന്ന വയോവൃദ്ധരായ ആളുകളോട് വളരെ നല്ല നിലക്ക് പെരുമാറുന്നത് അല്ലാഹുവിങ്കൽ വലിയ പുണ്യം നേടിത്തരുന്ന സംഗതിയാണ്. നാം ആരെയെങ്കിലും അവഹേളിച്ചെങ്കിൽ വാർദ്ധക്യം നമുക്കും വരാനുണ്ട്. നമ്മെ അവഹേളിക്കാനും ഏർപ്പാടുകൾ ദുനിയാവിൽ ചെയ്തു വെക്കപ്പെടും. ഗൗരവത്തോടുകൂടെ ഓർക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ എല്ലാ രംഗത്തും ശുദ്ധീകരിക്കുവാൻ അല്ലാഹു നമുക്ക് കരുത്തു പകർന്ന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഇപ്പോൾ നിലകൊള്ളുന്ന പ്രവേശിച്ചിട്ടുള്ള മാസം റജബ് മാസമാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാസമാണ് റജബ് മാസം. ഈ ഒരു പ്രത്യേകമായ പരിഗണനയാണ് റജബ് മാസത്തിന് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ആ ഒരു പ്രത്യേകമായ കാര്യത്തിനപ്പുറം റജബ് മാസത്തെ സംബന്ധിച്ച് ഒട്ടേറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ ഇതിനെ സംബന്ധിച്ച് ജാഗ്രതയിലാവേണ്ടതുണ്ട്. ഇസ്ലാമിലുള്ള ഒരു കാര്യം സൽക്കർമ്മമാകേണ്ടത് ഓരോരുത്തരും തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. ഇസ്ലാം പരലോകത്ത് പുണ്യം തരുന്നത്, ആരുടെയെങ്കിലും അധ്വാനത്തിന് വില കൽപ്പിക്കുന്നത് തന്നിഷ്ടം അനുസരിച്ചുകൊണ്ട് ഒരാളെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെയല്ല. ഖുർആൻ പറഞ്ഞത് വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അവിടെ അത് കിട്ടുന്നല്ല. വസഅലഹാ സഅയഹാ, പരലോകത്തിന് വേണ്ടി അതിന്റേതായ അധ്വാനം ആരെങ്കിലും അധ്വാനിക്കുകയും ചെയ്താൽ വഹുവ മുഅ്മിൻ, ഈമാൻ ശരിയായവനായ നിലയിൽ. അപ്പൊ നല്ല മുഅ്മിനായിക്കൊണ്ട് പരലോകത്ത് പുണ്യം കിട്ടാവുന്ന കർമ്മങ്ങളായി അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഏതൊക്കെയുണ്ടോ അതാരെങ്കിലും പരലോകത്തെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ഫൗലായിക കാന സഅയുഹും മശ്കൂറാ, അവരുടെ അധ്വാനത്തിന് വളരെ നന്ദിയോടെ അല്ലാഹു അത് സ്വീകരിച്ചു വമ്പിച്ച പ്രതിഫലം തരും എന്നാണ് അള്ളാഹു ഓഫർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മുടേതായ തീരുമാനപ്രകാരം ചില സൽക്കർമ്മങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ചെയ്താൽ എനിക്ക് ഇന്ന പോരിശയുണ്ട്, ഇന്ന ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ പരലോകത്തെത്തുമ്പോൾ വട്ടപൂജ്യമായിരിക്കും ഫലം. ആ കൂട്ടത്തിലാണ് റജബ് മാസം.
ആളുകൾക്കിടയിൽ എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്നത്? വാട്സപ്പിലൂടെ, ഫേസ്ബുക്കുകളിലൂടെയൊക്കെ വൈറലായ ഒരു ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു സംഗതി. അതെന്താ? നിങ്ങൾക്കൊക്കെ ഫോണിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. എന്റെ ഫോണിലും ആരോ അയച്ചു തന്നു പുണ്യം കിട്ടാൻ വേണ്ടി. എന്താ ഇതിലെ വിഷയം? ആരെങ്കിലും റജബ് മാസത്തിന്റെ മാസം കണ്ട വിവരം അറിയിച്ചാൽ നരകം അവന് നിഷിദ്ധമാകുന്നു. റജബ് മാസം കണ്ടുകിണ് എന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞ് ആ റജബ് മാസത്തിന്റെ പ്രവേശനത്തെപ്പറ്റി സന്തോഷ വാർത്ത അറിയിച്ചാൽ തന്നെ എനിക്ക് നരകം ഒഴിവായി. ആരാത് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് അയക്കുന്നത്. സഹോദരന്മാരെ, അവനാന്റെ ഫോണാണ്, അവനാന്റെ നെറ്റാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സംഗതി ഫോർവേഡ് ചെയ്യുമ്പോ, സെൻഡ് ചെയ്യുമ്പോ, ഷെയർ ചെയ്യുമ്പോ നല്ലോണം ചിന്തിച്ചോളൂ. നിങ്ങളൊരു ബട്ടൺ അമർത്തുമ്പോ, ഒന്ന് സെൻഡ് ബട്ടൺ ഒന്ന് പതുക്കൊന്ന് ടച്ച് ചെയ്യുമ്പോ ഇത് ആയിരങ്ങളിലേക്കാ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകമാണ് അവന്റെ ഇരിപ്പിടം. മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും എന്റെ പേരിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നരകമാണ് അവന്റെ ഇരിപ്പിടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടൊന്നും തീർന്നില്ല. മാസം കണ്ടത് മാത്രമല്ല, ഇനി റജബിന്റെ പോരിശയായിട്ട് പറയാണ്. റജബിന്റെ ഒരു ചില ആളുകൾ അയക്കുന്ന ചില ഹദീസുകൾ കേട്ടു. റജബ് ശഹ്റുൻ അളീം, റജബ് വലിയ പോരിശയുള്ള മാസമാണ്. അല്ലാഹു അതിൽ ധാരാളം നന്മകൾ ഇരട്ടിക്കിരട്ടി കൊടുക്കും. ആരെങ്കിലും റജബിന്റെ ഒരു ദിവസം നോമ്പെടുത്താൽ ഒരു കൊല്ലം നോമ്പെടുത്തവനെ പോലെയാണ്. ആരെങ്കിലും റജബിൽ നിന്ന് 7 ദിവസം നോമ്പെടുത്താൽ നരകത്തിന്റെ 7 കവാടങ്ങളും അവനെ തൊട്ട് കൊട്ടിയടക്കപ്പെടുന്നതാണ്. അവൻ സ്വാമിന് സമാനിയത്തായി സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം വായിക്കൽ. ആരെങ്കിലും റജബിന്റെ 8 ദിവസം നോമ്പെടുത്താൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവന്റെ മുമ്പിൽ മാലർക്കെ തുറക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് റജബ് മാസത്തിൽ പ്രത്യേകം നോമ്പും പ്രത്യേകം റായിബ് നിസ്കാരം എന്നുള്ള പേരിൽ ഒരു 12 റക്അത്ത് നിസ്കാരവും, അതുപോലെ തന്നെ അന്നത്തെ പ്രത്യേക സ്വദഖയും, ആ മാസത്തിൽ പ്രത്യേകം ഉംറ ചെയ്യലും, ആ മാസത്തിൽ പ്രത്യേകം മറവ് നടത്തലും, അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ ഈ മാസത്തെ പറ്റി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഒരു കിതാബ് തന്നെയുണ്ട്. അതിന്റെ പേരെന്താ? തബ്യീനുൽ അജബ് ഫീമാ വറദ ഫീ ഫദ്ലി റജബ്. റജബിന്റെ പോരിശയെക്കുറിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളിൽ എന്റെ അജബ് വെളിവാക്കലാണ് ഈ കിതാബിന്റെ ഉദ്ദേശം. എത്രയാ അതിൽ എഴുതി കൂട്ടിയതെന്നാ മഹാനവറുകൾ പറയുന്നത്. ആ കിതാബിൽ അദ്ദേഹം പറയാണ്, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ്, റജബ് മാസത്തിന്റെ പോരിശയെക്കുറിച്ച് വന്നിട്ടേയില്ല. വലാ ഫീ സിയാമിഹി, അതിൽ നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ചും, വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ, അതിലേതെങ്കിലും ഒരു പ്രത്യേക ദിവസം നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ചോ, വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീ, അതിലേതെങ്കിലും ഒരു പ്രത്യേക രാത്രിയിലുള്ള നിസ്കാരത്തിന്റെ പോരിശയെക്കുറിച്ചോ വന്നിട്ടില്ല. ഹദീസുൻ സഹീഹ് യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് കൊള്ളാവുന്ന ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ഒന്നുകിൽ ദുർബലങ്ങളാണ്, അല്ലെങ്കിൽ കള്ള ഹദീസുകളാണ് എന്നാണ് മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്നത്തെ പ്രത്യേക നിസ്കാരത്തെ പറ്റിയൊക്കെ പണ്ഡിതന്മാര് പറഞ്ഞത് ഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദൽ ഇൻകാർ, വളരെ മോശപ്പെട്ട ബിദ്അത്താണത്, ചെയ്യുന്നവനെ അതിൽ നിന്ന് തടയണം എന്നുവരെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനും യാതൊരു നിലക്കുള്ള അസലും നമുക്കില്ല. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്നൊരു ദുആയും പ്രചാരത്തിലുണ്ട്. അതും ദഈഫായ ഹദീസാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നേ ത്ത് നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യം കൽപ്പിച്ചതിന് പുണ്യമുണ്ട്. അതേ അവസരത്തിൽ ഈ മാസത്തിൽ എല്ലാ തിങ്കളും വ്യാഴം അതെല്ലാ മാസത്തെയും പോലെ തന്നെ പ്രത്യേകതയുണ്ട്. അതിലപ്പുറം ഈ റജബെന്ന നിലത്തൊരു പ്രത്യേകമായ നോമ്പും നിസ്കാരവും മറ്റു കാര്യങ്ങളൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. വഖൈറുൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല വഫീ റിവായ വകുല്ല ദലാലത്തിൻ ഫിന്നാർ. നമ്മളെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പുതിയതായി ഉണ്ടായതൊക്കെ ഈ നിലക്ക് ദീൻ എന്ന നിലക്ക് പുണ്യകരമായി നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് അത് നരകത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലമിന്റെ പാതയെ പിൻപറ്റിക്കൊണ്ട് നാം കൃത്യമായി നാം ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുത്തെ പാത പിൻപറ്റിക്കൊണ്ട് സ്നേഹിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ രാജ്യത്തെയും നമ്മെയും എല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കാവൽ നമ്മിൽ അവൻ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട്. അല്ലാഹുവേ, നീ പരിപൂർണമായ ശിഫ നൽകിക്കൊണ്ട് പൂർണ്ണമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ നാഥ. മരണപ്പെട്ടവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.